അപ്പോൾ ഇപ്പോഴും മരുന്ന് മാറി നൽകി എന്നുള്ള വാർത്തകൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട്. കുറേ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കര ഒരു കുഞ്ഞിൻ്റെ മരുന്ന് മാറിപ്പോയ സംഭവത്തിൽ വലിയൊരു വിഷയം ഞാൻ കണ്ടായിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് കിട്ടിയ ഒരു പ്രിസ്ക്രിപ്ഷൻ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരുന്നത് അഡൾട്ട് ഡോസേജ് ആയിട്ടുള്ള, അതായത് വലിയ ആളിനുള്ള ഒരു മരുന്നായിരുന്നു. പിന്നെ അത് സംസാരിച്ചു, എല്ലാം കൺഫർമേഷനൊക്കെ കൊടുത്തു, മാറിപ്പോയതാണ്, തെറ്റിപ്പറ്റിപ്പോയതാണ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ദൈവാധീനം കൊണ്ട് ചിലപ്പോൾ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും പല ഫാർമസികളിലും അധികം പരിചയസമ്പന്നരായിട്ടുള്ള ഫാർമസിസ്റ്റുകളൊന്നും അല്ല നിൽക്കുന്നത്. ഫാർമസി അസിസ്റ്റൻ്റ് കോഴ്സ് കഴിഞ്ഞവരും ഇപ്പോൾ ജസ്റ്റ് പഠിച്ച് പാസ്സായി ഇറങ്ങിയവരും അതുപോലെ ഈ ഫാർമസിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരും ഒക്കെ ഫാർമസിയിൽ മരുന്ന് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫാർമസിസ്റ്റുകളുടെ കഠിനമായ ദാരിദ്ര്യം കൊണ്ടായിരിക്കണം ഈ ഒരു അവസ്ഥ കേരളത്തിലെ ഫാർമസികളിലുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടത്ര കൗൺസിലിംഗ് കൊടുക്കണം. ഒരു ഫാർമസിയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന സമയം മുതൽ അതിൻ്റെ എൻഡ് വരെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓൾ ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഉപകാരപ്പെടും. മാത്രമല്ല മരുന്ന് വാങ്ങാൻ വരുന്നവരും അത് ശ്രദ്ധിക്കുക, അവർക്കും അത് ഉപകാരപ്പെടും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മരുന്ന് മാറുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാര്യം ഒരു മനുഷ്യൻ്റെ ജീവനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിലോ മറ്റ് ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ വേറെ മറ്റുള്ള ഷോപ്പുകളിലോ നിൽക്കുന്ന ഒരു ലാഘവത്തോടെ ഒരിക്കലും ഒരു ഫാർമസിയിൽ ആരും നിൽക്കരുത്. ഫാർമസിയിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ വലിയൊരു റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. മനുഷ്യൻ്റെ ജീവനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ പോലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തേക്കാം, അല്ലെങ്കിൽ നാളുകളായിട്ട് ആ മനുഷ്യൻ്റെ ആരോഗ്യത്തെ അത് ബാധിച്ചെന്ന് വരാം. അപ്പോൾ നമ്മൾ കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ ഫാർമസിയിലായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ കാണുക. ഓക്കെ.